Hello friends, welcome to Shali's kitchen. എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. അതും ഓവൻ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഞാൻ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബട്ടർ, പിന്നെ പഞ്ചസാര 3/4 കപ്പ്, 1.5 ടേബിൾ സ്പൂൺ മധുരമില്ലാത്ത കൊക്കോ പൗഡർ, ഒരു മുട്ട, പിന്നെ 1.5 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് 1/2 കപ്പ് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് പറഞ്ഞാൽ നമ്മുടെ മോര്. ഇപ്പോൾ മോര് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനീഗർ ഇട്ടിട്ട് കുറച്ച് നേരം 10 മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, പിന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. ഫുഡ് കളർ റെഡ് കളർ. ഓക്കെ. പിന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഇതെല്ലാം ആദ്യം അരിച്ചെടുക്കുക. ആദ്യം നമുക്ക് അരിപ്പയിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലെന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഇത് ചെയ്യണത്. മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ഇത് ഫുള്ള് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ബട്ടറും ഷുഗറും എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക്. പിന്നെ ഷുഗർ ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ആവണം. ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യും. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
റെഡ് ഫുഡ് കളർ ഇടാം. അത് നന്നായി ബീറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല റെഡ് കളർ വരണം, അതുവരെ ഇത് നന്നായി ബീറ്റ് ചെയ്യും. സ്റ്റിക്ക് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇതൊരു പഴയ പാനാണ്, ഞാൻ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു സോസിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആൻഡ് ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ്സ് നമുക്ക് വെക്കാം. നമ്മൾ കേക്ക് എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് ഇതിൽ കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ കേക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിത് 2 ട്രിപ്പായിട്ടാണ് ഇത് ബേക്ക് ചെയ്യണത്. ഇതിൽ ഞാൻ ബട്ടർ പറ്റി വെച്ചിട്ടുണ്ട്. ഇതിലിട്ടാൽ നമുക്ക് എന്നിട്ട് നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് വല്ലതുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ കേക്ക് വെക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുത്ത് വരുമ്പോൾ ക്ലീൻ ആവുന്നത് വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. കറക്റ്റ് എത്ര ടൈം എടുത്തെന്ന് ഞാനിത് കഴിഞ്ഞിട്ട് പറയാം. ഇതിപ്പോൾ കേക്ക് റൈസായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 35 മിനിറ്റായി ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇനി ഇത് തുറന്നിട്ട് നോക്കാം. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതെടുത്ത് വരുമ്പോൾ ഇത് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേക്ക് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. 3/4 ഭാഗം മാത്രമേ കേക്ക് ബാറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. കൈ പൊള്ളിക്കരുത്. ഇനി ഇത് നമുക്ക് ഒരു വയർ റാക്കിലേക്ക് മാറ്റി വെക്കാം തണുക്കാനായിട്ട്. ഞാനിപ്പോൾ കേക്ക് ഇതിൽ കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട് വയർ റാക്കിലേക്ക്. ഇനി നമുക്ക് മറ്റേ കേക്കും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ട്രിപ്പും നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. 2 കേക്കും കൂൾ ചെയ്യുന്ന സമയം കൊണ്ട് ഓൾറെഡി ഒരെണ്ണം കൂളായിട്ടുണ്ട്. ഇതും കൂടി കൂൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം ചീസ് ടോപ്പിംഗ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി കൂളായിട്ടുണ്ട്. ഇനി നമുക്കത് ലെവൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഫ്ലാറ്റ് ആക്കി എടുക്കാം. ആൻഡ് ഇത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണം. ഇത് നമുക്ക് ഒന്ന് മിക്സ്. ആൻഡ് ഇത് കളയരുത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇത് കളയരുത്, ഇത് മാറ്റി വെക്കണം. ശരിക്കും ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നൊക്കെ ഈ കേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സ് റെഡിയാക്കാം. ക്രീം ചീസ് ടോപ്പിംഗ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്കിന് മെയിനായിട്ട് ക്രീം ചീസ് ടോപ്പിംഗ് ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും ചെയ്യാം. ഇനിയിപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഒരു 227 ഗ്രാമിൻ്റെ ഒരു ക്രീം ചീസിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ഫിലഡൽഫിയ ഒറിജിനലാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം 1-2 മിനിറ്റ്. ഇതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 1.25 കപ്പ് ഐസിങ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഐസിങ് ഷുഗർ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ 1.25 കപ്പ് സാധാരണ പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് അരിച്ചെടുക്കണം. ഷുഗർ നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്. നമുക്കത് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബട്ടർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൂം ടെമ്പറേച്ചറിൽ. അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ബട്ടർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇതിൽ ബട്ടറും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇടുക. ഒന്ന് ബീറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാം. ഞാനിതിപ്പോൾ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഇത് കുറച്ചും കൂടി ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് ഫ്രോസ്റ്റിംഗ് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. ഒരു സ്മൂത്ത് ലെയർ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ മറ്റേ കേക്ക് വെക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ കേക്കും കൂടി വെച്ച് കൊടുക്കുക. ഈ ഫ്രോസ്റ്റിംഗ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഫ്രോസ്റ്റിംഗ് മുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, സൈഡിൽ എല്ലായിടത്തും ചെയ്യണം. ഇനി നമുക്കിത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എല്ലാ ഫ്രോസ്റ്റിങ്ങും ഇതിൻ്റെ മുകളിലാക്കി ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കേക്കിൻ്റെ മുകളിലെ പാർട്ട് കട്ട് ചെയ്തില്ലേ, അത് ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് ക്രംസ് ആണ് അത്. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ക്രംസ് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് ചെയ്യണത്. അവിടെ മുകളിൽ നമുക്കിനി
താഴെ സൈഡിൽ എൻ്റെ നടുവിൽ ഞാനൊരു പൂവും വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് കേക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ കണ്ടതല്ലേ, ഓവൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നല്ല എളുപ്പത്തിൽ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.